മലയോര ഗ്രാമമായ പത്തനംതിട്ട പെരുനാട് കാർഷിക വിപ്ലവത്തിന് തയ്യാറെടുക്കുകയാണ്. റബ്ബറിന് പേരുകേറ്റ പെരുനാട്ടിൽ മറ്റു വിളകളും പരീക്ഷിക്കുകയാണ് കർഷകർ ഇപ്പോൾ. പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും സഹായത്തോടെയാണ് കർഷകരുടെ പരീക്ഷണങ്ങൾ. പ്രവാസിയായ റെജി മാത്യുവിന്റെ കൃഷിയിടമാണിത്. കടുത്ത വേനലിൽ പോലും മനസ്സിനും ശരീരത്തിനും കുളിർമയാണ് ഇവിടം സമ്മാനിക്കുന്നത്. വിവിധയിനം കൃഷികളാണ് 9 ഏക്കർ ഭൂമിയിൽ. റബ്ബർ വെട്ടിയതിന് ശേഷം മെയിനായിട്ട് റംബൂട്ടാനും മാങ്കോസ്റ്റിയാണ് ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞ ശേഷം ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചു. അത് കഴിഞ്ഞ് നാരകമുണ്ട്, പ്ലാവുണ്ട്, മാവുണ്ട്, തായ്വാൻ പേരയുണ്ട്. അങ്ങനെ റംബൂട്ടാൻ വെക്കുന്നതിന് മുന്നേ ഞങ്ങൾ ഒരു 2000 ഏത്തവാഴയും 500 റോബസ്റ്റായും വെച്ചു. മലയോര മേഖലയിൽ 100 മേനി വിളയിക്കാൻ കൃഷിഭവനും പഞ്ചായത്തും കർഷകർക്കൊപ്പമുണ്ട്. പെരുനാട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് മുമ്പ് റബ്ബറിന് പേരുകേട്ടൊരു പഞ്ചായത്താണ്. കൂടുതൽ മേഖലയും കാർഷിക മേഖലയും റബ്ബർ അധിഷ്ഠിത കൃഷിയായിരുന്നു. എന്നാൽ അതിനെ ഒന്ന് മാറ്റിയെടുത്തുകൊണ്ട് ഇവിടുത്തെ ആളുകൾക്ക് ആവശ്യമായ ഭക്ഷണം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി കൃഷിവകുപ്പ് മുന്നോട്ട് വച്ചിരിക്കുന്ന കൃഷി സമൃദ്ധി എന്ന് പറയുന്ന പഞ്ചായത്ത് പദ്ധതിയെ പരമാവധി പ്രയോജനപ്പെടുത്തി റെജി മാത്യുവിനെ പോലെ തന്നെ നിരവധി കർഷകരാണ് പുത്തൻ പരീക്ഷണങ്ങൾ കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും സഹായത്തോടെ ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കൃഷി സമൃദ്ധി പദ്ധതി പെരുനാട്ടിൽ വിജയക്കൊടി പാറിക്കുകയാണ്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.